നമസ്തേ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന, അതായത് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് നമ്മൾ ഫണ്ട്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ വൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി അവിടെ തീരുകയാണ്. അപ്പം നമ്മൾ നേരെ എല്ലാം കൃത്യമായി നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി തീരുകയാണ്. പിന്നെ ഇത് എല്ലാം നോക്കുന്നതെല്ലാം ഇൻകം ടാക്സ് അതോറിറ്റീസാണ്. ഇപ്പം അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് വിങ് തന്നെ ഉണ്ട്. ഇനി പുതിയൊരു വിങ് കൂടി വരാൻ പോകുന്നുണ്ട്, പുതിയ ആക്ട് വരെ. അത് ഫോർ ഇൻഫർമേഷൻ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇനി ഏപ്രിൽ തൊട്ട് പുതിയ ആക്ടാണ് വരുന്നത്. ഇൻകം ടാക്സ് ആക്ട് 2025 ആണ്. ഇതേവരെ നമ്മൾ 1961 ആക്ട് പ്രകാരമാണ് ഇൻകം ടാക്സ് നടന്നുകൊണ്ടിരുന്നത് ഏപ്രിൽ തൊട്ട്. അപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന CPC എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ബാംഗ്ലൂരിൽ നിന്നാണ് എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത്. CPC ഇന്ത്യയിൽ ഒറ്റ സ്ഥലത്തുള്ള സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ബാംഗ്ലൂർ ഒറ്റ സെൻറ്ററാണ്. ഇനി അത് പുതിയൊരു വിങ്ങും കൂടി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവിടെ നിന്നായിരിക്കും എല്ലാ പ്രോസസ്സിങ്, അതായത് വൺസ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി AI മുഖാന്തരമാണ് എല്ലാം നടക്കുന്നത്. നമുക്കിപ്പം 268 പുതിയ ആക്ട് പ്രകാരം ഇൻകം ടാക്സ് 2025 പ്രകാരം 268 എന്ന സെക്ഷൻ പ്രകാരമാണ് നമുക്ക് ഈ വൺസ് ഫയൽ ചെയ്ത് എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അസിംഗ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അസിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം അവിടെ CPCയിലായാലും എവിടെയായാലും അസിംഗ് ഓഫീസർ എന്ന വ്യക്തിയുണ്ട്. അസിംഗ് ഓഫീസർ ആരും ആവും ജോയിൻറ്റ് കമ്മീഷൻ മുകളിലോട്ടുമുണ്ട്. താഴേക്കിടയിൽ ഇൻകം ടാക്സ് ഓഫീസർ തൊട്ട് മുകളിലെ PCIT വരെ അസിംഗ് ഓഫീസർ എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നുണ്ട്. പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ആണ് PCIT എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ കൊടുക്കുന്ന റിട്ടേണിൽ എന്തെങ്കിലും അപാകതകൾ, ഇപ്പോൾ അർത്ഥമാറ്റിക്കൽ ആക്യുറസിയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ LIC കൂടുതൽ ക്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്തൊരു എക്സ്പെൻസ് കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 268 പ്രകാരം നമുക്കൊരു നോട്ടീസ് അയക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പം ഇതൊന്നുമല്ല, അവർ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ പോലും അതും അവർക്ക് നോട്ടീസ് അയക്കാനുള്ള ഒരു അധികാരമുണ്ട്. ഇപ്പം നമ്മളിപ്പം ബുക്കിൽ കാണാത്തൊരു അസറ്റിനെ കുറിച്ച് അവർ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ജോയിൻറ്റ് കമ്മീഷണറുടെ അപ്രൂവലോടുകൂടി അവർക്ക് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ റൈറ്റിങ്ങിലാണെങ്കിൽ റൈറ്റിങ്ങിൽ കൊടുക്കുക. ചിലപ്പോൾ റിട്ടേൺ തീരെ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണ്, അവരെവിടെയെങ്കിലും ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ അങ്ങനെയും വെരിഫൈ ചെയ്യേണ്ട. അവർക്ക് ബാങ്ക് അക്കൗണ്ട്സ് എല്ലാത്തിലും അവരൊരു തേർഡായി പോകുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് കാണിച്ചാലും അത് നമ്മളെ ബാങ്ക് അക്കൗണ്ട് ട്രേസ് ചെയ്യേണ്ട അധികാരം അവർക്കുണ്ട്. സോ അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഒരു അധികാരം തരാം, അല്ലെങ്കിൽ നമ്മളോട് എഴുതി തരാൻ പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ 268 സെക്ഷനിൽ അവർക്ക് നമ്മളോട് ചോദിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കാനുള്ള ബാധ്യസ്ഥനും ആയിരിക്കും. വൺസ് റിട്ടേൺ കഴിഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി അവിടെ തീരെയല്ല. വൺസ് റിട്ടേൺ ഫയൽ ചെയ്താൽ ചിലവർ ചോദിക്കും, ഇപ്പോൾ എൻ്റെ കക്ഷികളൊക്കെ ചിലപ്പോൾ ചോദിക്കാറ് റീഫണ്ട് അപ്പോൾ വേഗം കിട്ടില്ലേ എന്ന് പറയും. നമ്മളുടെ ഇത് പ്രൊസീജിയേഴ്സ് എല്ലാം കൃത്യമാണെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അല്ലാത്ത പക്ഷം നമുക്ക് നോട്ടീസ് അയക്കും. ആ നോട്ടീസിന് മുകളിൽ ചിലപ്പോൾ നമ്മുടെ റീഫണ്ട് കുറയാൻ സാധ്യതയുണ്ട്, നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻസ് നമ്മൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് സ്ക്രൂട്ടിനി അസസ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാനും വഴിയുണ്ട്. ഇനി ബിസിനസ്സിൻ്റെ കേസിൽ ഇപ്പം നമ്മളിപ്പം റിട്ടേൺ ഫയൽ ചെയ്തു. ഇപ്പോൾ ആ റിട്ടേണിൻ്റെ ആ ബിസിനസ്സിൻ്റെ വോളിയം അല്ലെങ്കിൽ ആ റിട്ടേണിൻ്റെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചിലരുടെ ഡൗട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി ഓഫ് അക്കൗണ്ട്സ് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, ഇതൊക്കെയാണ് ഡെഫിനിഷനിൽ പറഞ്ഞത്. കോംപ്ലക്സിറ്റി ഓഫ് അക്കൗണ്ട്സ്, വോളിയംനെസ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഡൗട്ട്സ് ഇൻ ട്രാൻസാക്ഷൻസ്, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ട്സ് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിന് ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. അതായത് ഈവൻ ദോ നമ്മളെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തതാണെങ്കിൽ പോലും, ഇപ്പോൾ കമ്പനിക്ക് നിർബന്ധമായ ഓഡിറ്റ് വേണം. സെക്ഷൻ 44AB പഴയ ആക്ട് വേണം. സെക്ഷൻ 44AB എന്ന സെക്ഷൻ പ്രകാരം ബിസിനസ്സുകാർ ഒരു പ്രത്യേക പരിധിക്ക് മുകളിൽ പോകുകയാണെങ്കിൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓഡിറ്റ് ചെയ്തതാണെങ്കിൽ പോലും ഈ ഓഫീസർക്ക്, അതായത് നമ്മളെ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് നമ്മളെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അധികാരമുണ്ട്. അത് നമ്മൾ പറയുന്ന ഓഡിറ്റേഴ്സില്ല, നമ്മളെ ഓഡിറ്റേഴ്സിനെ കൊണ്ടായിരിക്കില്ല, അവരുടെ ഓഡിറ്റേഴ്സിന്, അതായത് അവരുടെ പാനലിൻ്റെ ഓഡിറ്റേഴ്സ് ഉണ്ടാവും. ചാർട്ടേഡ് അക്കൗണ്ട്സിന് അവരുടെ പാനലിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടാവും, അത് അപ്ലൈ ചെയ്ത് കിട്ടുന്നവരുണ്ടാവും. അവരെ കൊണ്ട് അവർ പറയുന്ന ഭാഗങ്ങൾ, ഇപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ചില ബാങ്കിലേക്ക് ചിലപ്പോൾ കൂടുതൽ പൈസ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു നമ്മൾ കാണിക്കാത്തൊരു ബാങ്ക് അക്കൗണ്ട്സ് അവരുടെ കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഫോറിൻ സോഴ്സിൽ നമുക്ക് അസറ്റ് ഉണ്ടാവും, നമ്മളത് കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് മുകളിൽ നമുക്ക് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ഓഡിറ്റ് നമ്മൾ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്, അതിന് കുറച്ച് എക്സ്റ്റൻഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഓഫീസറും ആ ചാർട്ടേഡ് അക്കൗണ്ട്സും കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പേയ്മെൻറ്റും ഓഫീസർ തന്നെയാണ് ചെയ്യുന്നത്, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു എക്സ്ട്രാ ഇതും കൂടി അവർക്ക് ചെയ്യാനുള്ള അധികാരം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഈ 2 കേസ്, ഇപ്പം ഓഡിറ്റല്ല ഞാൻ പറഞ്ഞത്, മറ്റേ ഫസ്റ്റ് നോട്ടീസ് വരുന്നത് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ ചെയ്ത് കഴിഞ്ഞാൽ 9 മാസത്തിന് ശേഷം അവർക്ക് നോട്ടീസ് അയക്കാനുള്ള അധികാരമില്ല. അതായത് 9 മാസത്തിനുള്ളിലാണ് അവർക്ക് ഈ നോട്ടീസ് അയക്കാനുള്ള അധികാരമുള്ളൂ. അത് കഴിഞ്ഞാൽ അധികാരമില്ല. അപ്പോൾ 9 മാസം വരെ, പുതിയ ആക്ട് പ്രകാരം 9 മാസം വരെ, 9 മാസം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് വരുന്നത്.
ഇനിയിപ്പം നമുക്കിത് ചില കേസിൽ ഞാൻ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് അങ്ങനത്തെ പറഞ്ഞത് കാര്യങ്ങൾ. അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചത് കുറവായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്തൊരു അസറ്റ് എന്തെങ്കിലും നമ്മൾ കൂടുതൽ ബോഗസ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് കാണിച്ചിട്ടുണ്ടാവാം, അതായത് ഇല്ലാത്ത എക്സ്പെൻഡിച്ചേഴ്സ് കാണിച്ചിട്ടുണ്ടാവും, ഇല്ലാത്ത ഇൻകം കാണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ചില ട്രാൻസാക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർക്ക് നോട്ടീസ് അയക്കാനുള്ള അധികാരമുണ്ട്. ഒരു ഹയർ അതോറിറ്റീസിൻ്റെ പ്രയർ അപ്രൂവൽ എടുത്തിട്ട് നമുക്കത് നോട്ടീസ് അയക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ നോട്ടീസിന് അതിൻ്റെ കൃത്യമായ ആൻസേഴ്സ്, എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതിനൊരു പ്രിസ്ക്രൈബ് പീരീഡ് പറയുന്നുണ്ട്. ആ പീരീഡിനുള്ളിൽ ആ നോട്ടീസ് അയക്കാൻ പാടുള്ളൂ. അപ്പോൾ അതും ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളത് ചെയ്യേണ്ടി വരും. ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നോട്ടീസ് വന്നു, നിങ്ങൾ ചെയ്തവർ ആക്സെപ്റ്റ് ചെയ്യാം, ചെയ്തവർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി വരും. അപ്പോൾ പെനാൽറ്റി എന്ന് വെച്ചാൽ നല്ല പെനാൽറ്റിയാണ്, 200%, 300% അങ്ങനെയൊക്കെ മുകളിൽ പെനാൽറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ പെനാൽറ്റി നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥനാവും. പിന്നെ കൂടാണ്ട് ഇൻട്രസ്റ്റും ഉണ്ടാവും. ഇൻട്രസ്റ്റ്, പെനാൽറ്റി, പിന്നെ അതിൻ്റെ മുകളിൽ ടാക്സും വരാം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് നമ്മൾ അടക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിനകത്ത് ഒഴിവാൻ വേണ്ടി ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ഫയൽ ചെയ്യുമ്പം നല്ലൊരു കൊണ്ട് ഇപ്പം സാധാരണ ഇല്ലാത്ത LICs ഒക്കെ കാണിച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അതിനെക്കാട്ടിയൊക്കെ നല്ലത് നിങ്ങൾക്ക് ഉള്ളത് മാത്രം കാണിക്കുക. അത് നിങ്ങളുടെ ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടുത്ത് തന്നെ കൊണ്ടുപോവുക. അവരാകുമ്പം അത് നോക്കിയിട്ട് അത് കൃത്യമായി ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിത് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമായിട്ട്, നിങ്ങളിപ്പോൾ ടാക്സ് അടക്കേണ്ടി വന്നാൽ പോലും അത് സമാധാനമായിട്ട് അടച്ച് ബാക്കിയുള്ള സമാധാനമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈ ഒരു സംഭവം നമുക്ക് 2-3 കൊല്ലം ഇതിൻ്റെ ബാക്കിൽ തന്നെ ഓടേണ്ടി വരും. ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അപ്പീലിന് പോകേണ്ടി വരും. അപ്പീൽ കഴിഞ്ഞാൽ അപ്പീലിന് ജയിച്ചില്ലെങ്കിൽ ഫസ്റ്റ് അപ്പീൽ കഴിഞ്ഞാൽ സെക്കൻഡ് അപ്പീലിന് പോവുക. അങ്ങനെ പിന്നെ കോടതി, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്ത് പെനാൽറ്റി അടക്കേണ്ടി വരും. അപ്പം നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ വരും. ഇപ്പം അപ്പീലിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സിന് നല്ല പൈസ കൊടുക്കേണ്ടി വരും. അതിന് അപ്പീലിൻ്റെ ഫീസും ഉണ്ടാവും. കോടതിയാണെങ്കിൽ അതിൻ്റേതായ ഫീസുകളും ഉണ്ട്. പിന്നെ കൂടാണ്ട് നമ്മളെ മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനെക്കാട്ടൊക്കെ നല്ലത് നമ്മൾ വേണ്ടാത്ത ഇതിന് പോവാണ്ട് നമുക്ക് നേരായ വഴിക്ക് നമുക്കുള്ളത് മാത്രം നമ്മൾ കാണിക്കുക, ഉള്ളത് കൃത്യമായി കാണിക്കുക. അങ്ങനെ കാണിച്ചിട്ട് ഒരു റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുവെ യൂസർ ഫ്രണ്ട്ലിയാണ്. അവർ നിർബന്ധമായിട്ടും ആൾക്കാർ വേണമെന്ന് വെച്ചൊന്നും ഉപദ്രവിക്കാറൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്തായാലും അത് പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. നേരത്തെ പറഞ്ഞു ഒരു അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട് ഏൽപ്പിക്കാം. അതേപോലെ തന്നെ നമ്മളെ സ്റ്റോക്ക് ഓവറായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത്, ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓവറായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കുക, കുറവ് കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇൻകം ടാക്സ് ഓഫീസർക്ക് ഒരു സംശയം തോന്നുകയാണെങ്കിൽ അതൊരു കോസ്റ്റ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കാനുള്ള, കോസ്റ്റ് അക്കൗണ്ട് പറഞ്ഞാൽ ICAA ഇത് പാസ്സായ വ്യക്തിയെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കാനുള്ള ഒരു അധികാരവും അതുണ്ട്. അത് അവർ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിന്, അവരുടെ എംപാനൽഡ് കോസ്റ്റ് അക്കൗണ്ടിനെ കൊണ്ട് അവരത് ഓഡിറ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോസ്റ്റിൻ്റെ വാല്യൂസ് എടുക്കും. എത്ര കൃത്യമായ വാല്യൂ കണക്കാണോ, കോസ്റ്റ് കാണിച്ചത് വാല്യൂ കണക്കാണോ, നമ്മൾ ബോഗസ് ആയിട്ടുള്ള വില കാണിച്ചിട്ടുണ്ടെന്ന് നോക്കും. അങ്ങനെ ബോഗസ് ആയിട്ടുള്ള വില കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ, ആ ഡിഫറൻസിൻ്റെ മുകളിൽ നമുക്ക് പെനാൽറ്റിയും ഇൻട്രസ്റ്റും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതും 6 മാസമാണ് നമുക്ക് ടൈം ഫ്രെയിം പറയുന്നത്. അതിൻ്റെ കോസ്റ്റും ഡിപ്പാർട്ട്മെൻറ്റിനെ വഹിച്ചോളും. പക്ഷെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട് നമ്മളിനി അഥവാ ഓഡിറ്റ് ചെയ്താലും, ഇപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യേണ്ട ചില ഫംഗ്ഷൻസ് ഉണ്ടാവും, പക്ഷെ അത് ഓഡിറ്റ് ചെയ്താലും വീണ്ടും നമ്മളത് ചെയ്യേണ്ടതിന് വരുമെന്ന് ചെയ്യും. എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കും ബെൽ ബട്ടൺ അമർത്തുക. ഫ്യൂച്ചറായിട്ടുള്ള ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട അപ്പീൽസ്, അസസ്മെൻറ്റ് കേസുകൾക്ക് ഫ്യൂച്ചറായിട്ടുള്ള വീഡിയോസ് കാണുക.